ഹലോ ഡിയർ ഫ്രണ്ട്സ്. എല്ലാ പി എസ് സി പരീക്ഷകൾക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയായാലും 10th ലെവൽ 12th ലെവൽ ഡിഗ്രി ലെവൽ പരീക്ഷകളായാലും റെയിൽവേ പോലെയുള്ള പരീക്ഷകളായാലും എല്ലാത്തിനും മെയിനായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മാത്സ് ആണ്. മാത്സിൽ നിന്നും എല്ലാ പി എസ് സി പരീക്ഷകൾക്കും 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനെങ്കിലും ചോദിക്കാറുണ്ട് മാത്സും റീസണിങ്ങിൽ നിന്ന്. അതാണ് നമ്മൾ ഇന്നിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. നല്ലതായി പഠിക്കുക. റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിനും എല്ലാം കമ്പൽസറി ആയിട്ടും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ വിശകലനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് നല്ലതുപോലെ പഠിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിട്ട എല്ലാ വീഡിയോകളും ഇനി ഇടാൻ പോകുന്ന വീഡിയോകളും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ 5th എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്ന മാത്സ് 1 by 1 നോക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എയുടെ കൈവശമുള്ള തുകയുടെ 2/5 5ൽ 2 ഭാഗമാണ് ബിയുടെ കൈവശമുള്ളത്. ബിയുടെ കൈവശമുള്ള തുകയുടെ 7/9 ഭാഗമാണ് സിയുടെ കൈവശമുള്ളത്. 3 പേരുടെയും കൈവശമുള്ള ആകെ തുക 770 രൂപയായാൽ എയുടെ കൈവശമുള്ള തുക എത്ര? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ കറക്റ്റായിട്ട്. എ ബി സി 3 ആൾക്കാരുണ്ട്. എയുടെ കൈവശം ഉള്ള തുകയുടെ 5ൽ 2 ഭാഗമാണ് ബിയുടെ കൈവശമുള്ളത്. അപ്പോൾ ബിയുടെ കൈവശമുള്ള തുകയുടെ 9ൽ 7 ഭാഗമാണ് സിയുടെ കൈവശമുള്ളത്. 3 പേരുടെയും കൂടെ ടോട്ടൽ തുക എന്ന് പറയുന്നത് 770 രൂപയാണ്. എങ്കിൽ എയുടെ കൈവശമുള്ള തുക എത്ര എന്നതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ ഈ നെക്സ്റ്റ് പേജിലായിട്ട് ഞാൻ ആൻസർ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എയുടെ കൈവശമുള്ള തുകയാണ് കണ്ടുപിടിക്കാനുള്ളത്. എയുടെ കൈവശമുള്ള തുകയെ നമ്മൾക്ക് എക്സ് എന്നെടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിയുടെ കൈവശമുള്ള തുക എത്രയായിരിക്കും? എക്സ് ഇൻറ്റു 2/5 ആയിരിക്കും. ക്വസ്റ്റ്യനിൽ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. എയുടെ കൈവശമുള്ള തുകയുടെ 2/5 ഭാഗമാണ് ബിയുടെ കൈവശമുള്ളതെന്ന്. അപ്പോൾ ബിയുടെ കൈവശമുള്ളത് എക്സ് ഇൻറ്റു 2/5. അതുപോലെ സിയുടെ കൈവശമുള്ളത് ബിയുടെ കൈവശമുള്ളതിൻ്റെ 7/9 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിയുടെ കൈവശമുള്ളത് എന്ന് പറയുന്നത് ബിയുടെ കൈവശമുള്ളത് എക്സ് ഇൻറ്റു 2/5 ആണ്. ആ എക്സ് ഇൻറ്റു 2/5 ഇൻറ്റു 7/9 ആണ് സിയുടെ കയ്യിലുള്ളത്. ബിയുടെ കയ്യിലുള്ളത് എക്സ് ഇൻറ്റു 2/5, അതേ ഇൻറ്റു പിന്നെ സിയുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നത് 7/9 ഭാഗമാണ് ബിയുടെ കയ്യിലുള്ളതിൻ്റെ. അപ്പോൾ അതാണ് സി എന്ന് പറയുന്നത്. എക്സ് ഇൻറ്റു 2/5 ഇൻറ്റു 7/9. നമ്മൾക്കത് ലഘൂകരിക്കുമ്പോൾ നമ്മൾക്ക് 14x ഡിവൈഡഡ് ബൈ 45 എന്ന് കിട്ടും. 14x ഡിവൈഡഡ് ബൈ 45 എന്ന് കിട്ടും. അതാണ് സിയുടെ കൈവശമുള്ളത്. അപ്പോൾ ഈ എയുടെയും ബിയുടെയും സിയുടെയും കൈവശമുള്ള ടോട്ടൽ നമ്മൾക്ക് 770 രൂപയെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ഇൻറ്റു 2/5 നമ്മൾക്ക് 2x/5 എന്ന് എഴുതാം. എക്സ് പ്ലസ് 2x/5 പ്ലസ് സി എന്ന് പറയുന്നത് 14x/45 ആണ്. 14x/45 എന്ന് പറയുന്നത് 770 ആണ്. അപ്പോൾ അതിനെ നമുക്ക് ലഘൂകരിച്ച് എഴുതുമ്പോൾ 45 നമ്മൾ ഡിനോമിനേറ്ററായിട്ട് കൊടുത്താൽ അപ്പോൾ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് ഡിനോമിനേറ്റർ ഒന്നുമില്ല. അപ്പോൾ 45 തന്നെ ആണ് എക്സിൻ്റെ സ്ഥാനത്ത് വരുന്നത്. 45x എന്നുവെച്ചാൽ നമ്മൾക്ക് ഒന്നുമില്ലെങ്കിൽ 1 എന്ന് കൊടുക്കും. അപ്പോൾ 45 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 45 തന്നെയാണ്. അപ്പോൾ 45 ഇൻറ്റു ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 45x പ്ലസ് 45നെ നമ്മൾ 2x/5 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് 9 എന്ന് കിട്ടും. ആ 9 ഇൻറ്റു 2 ആ ന്യൂമറേറ്ററിലുള്ള 2x 2 ഇടുമ്പോൾ 18x എന്ന് കിട്ടും. പ്ലസ് പിന്നെ 45നെ നമ്മൾ ഇവിടെ 45 കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് 1 എന്ന് കിട്ടും. ആ 1നെ ഇൻറ്റു 14x എന്ന് പറയുമ്പോൾ 14x മാത്രമേ വരികയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് 45x പ്ലസ് 18x പ്ലസ് 14x ഡിവൈഡഡ് ബൈ 45 എന്ന് കിട്ടും. അതാണ് അത് ഈസ് ഈക്വൽ ടു 770 ആണല്ലോ. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ നമ്മൾക്ക് ലഘൂകരിക്കുകയാണെങ്കിൽ 77x ഡിവൈഡഡ് ബൈ 45 ആണ് 770 എന്ന് കിട്ടും.
അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ആണല്ലോ നമ്മളുടെ എയുടെ കൈവശമുള്ള തുകയാണ് നമ്മൾ എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 770 ഇൻറ്റു 45 നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 770 ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ 77. അപ്പോൾ എത്ര കിട്ടും? 450 എന്ന് കിട്ടും. നമ്മൾക്ക് ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 400 രൂപ, 425 രൂപ, 450 രൂപ, 500 രൂപ. അപ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സിയിൽ പറഞ്ഞിട്ടുള്ള 450 രൂപയാണ്. നമ്മൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മിക്ക പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. 5 + 10 + 15 + എക്സെട്ര 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 എന്ന് പറഞ്ഞാൽ അടുത്ത് 20, 25, 30 അങ്ങനെ പോകും. അങ്ങനെ തുടങ്ങി 100 വരെ +100 വരെ ഉണ്ട്. 100 വരെ ആകുമ്പോൾ എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. 5 + 10 + 15 എക്സെട്ര 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 പോയി +100 ആകുന്നത് വരെ എത്രയാണ് അതിൻ്റെ തുക, ടോട്ടൽ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് 5 + 10 + 15 + 20 + 25 ഇങ്ങനെ പോയി 100 വരെ നമ്മൾ 100 വരെ ഉള്ള സംഖ്യകൾ നമ്മൾ കൂട്ടണം, തുക കൂട്ടണം. ഇതിന് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല എന്താണെന്ന് വെച്ചാൽ n/2 ഇൻറ്റു T1 + Tn. അതാണ് അതിൻ്റെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഞാൻ എന്താണെന്ന് വിശദമായി പറഞ്ഞു തരാം. n/2 ഇൻറ്റു T1 + Tn. അതാണ് തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും n എന്തോന്നാണ്, T1 എന്തോന്നാണ്, Tn എന്തോന്നാണ് എന്ന്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. n എത്ര സംഖ്യകളുണ്ട് ഇതിൽ എന്നുള്ളതാണ് n. ഇങ്ങനെ 5, 10, 15 ഇപ്പോൾ 3 20 4. ഇതുപോലെ 100 വരെ പോകുമ്പോൾ എത്ര സംഖ്യകളുണ്ട് എന്ന് അത് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് വേറെ ഒരു എളുപ്പ ഫോർമുലയുണ്ട്. അത് നമ്മൾക്ക് ആദ്യം ചെയ്യണം. ഇത് 100 വരെ എത്താൻ എത്ര ടേം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾക്ക് n കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ Tn - T1/d + 1 ആണ് n എന്ന് പറയുന്നത്. അപ്പോൾ ഈ n എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി. എത്ര സംഖ്യകളുണ്ട് 100 വരെ എത്തുമ്പോൾ എന്നുള്ളതാണ് ഈ 5 ഡിഫറൻസ് വെച്ച് വരുന്നത്. പിന്നെ Tn എന്ന് പറഞ്ഞാൽ എന്ത് ടേം. അപ്പോൾ എത്ര നമ്പറുണ്ട് എന്ന് ചോദിക്കുമ്പോൾ 100ാമത്തത് എത്രാമത്തെ സംഖ്യയാണ് എന്ന് വരുന്ന ആ 100ാമത്തെ എന്നുള്ളതാണ് ആ Tn. എന്ത് ടേം, ലാസ്റ്റിലെ ടേമാണ് എന്ത് ടേം. അതാണ് Tn. നമ്മൾക്കിവിടെ 100 എന്ത് ടേം എന്ന് നമ്മൾക്കറിയാം. 100 വരെ ഉള്ളതാണല്ലോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് T1 എന്ന് പറയുന്നത് ആദ്യത്തെ ടേം ഏതാണ്, ഫസ്റ്റ് സംഖ്യ ഏതാണ്. നമ്മളുടെ ഫസ്റ്റ് സംഖ്യ 5 ആണല്ലോ. 5 ആണ് നമ്മളുടെ ഫസ്റ്റ് സംഖ്യ. എന്നിട്ട് ഡിവൈഡഡ് ബൈ d എന്താണ്, അത് തമ്മിലുള്ള ഡിഫറൻസ്. ഈ 5, 10, 15, 20 എന്ന് പോകുന്ന സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസാണ് d. അതെത്രയാണ്? അത് 5. നമ്മൾക്ക് നിഷ്പ്രയാസം അറിയാമല്ലോ 5 ആണെന്ന്. പിന്നെ അത് +1. അതാണ് നമ്മൾക്ക് എത്ര ടേം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. n = Tn - T1 ഡിവൈഡഡ് ബൈ d + 1. അപ്പോൾ നിങ്ങൾക്കറിയാം Tn എന്ന് പറഞ്ഞാൽ 100 ആണ്. 100. അടുത്ത് T1 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 100 - 5 ഡിവൈഡഡ് ബൈ d. ഇവിടെ ഡിഫറൻസും 5 ആണ്. പിന്നെ +1. അതാണ് നമ്മളുടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ 100 - 5 ഡിവൈഡഡ് ബൈ 5 +1 എന്ന് പറയുമ്പോൾ 100 - 5 എത്ര? 95. 95 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 19 വരും. 19 + 1 എത്രയാണ്? 20. അപ്പോൾ നമ്മൾക്ക് ഇവിടെയുള്ള n എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 20 ആണ്. നമ്മൾ 5, 10, 15, 20 എന്ന് എണ്ണി 20 പ്രാവശ്യം എണ്ണുമ്പോഴാണ് നമ്മൾക്ക് 100 ആകുന്നത്. പിന്നെ ഈ ഓരോ സംഖ്യകളും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ 5 ആണെന്ന് നമുക്കറിയാം. നമ്മൾ 5 ആണെന്ന് മനസ്സിലാക്കിയല്ലോ. 5, 10, 15 തമ്മിലുള്ള ഡിഫറൻസ് 5 ആണല്ലോ മനസ്സിലാക്കി. അപ്പോൾ അതിൽ നിന്നും ഇനി നമ്മൾക്ക് തുക കണ്ടുപിടിക്കാം. തുക കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എത്രയാണ് ഈ 5, 10, 15 മുതൽ 100 വരെ പോയാൽ എത്രയാകും? തുക കണ്ടുപിടിക്കുകയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ
അതാണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത്. n/2 ഇൻറ്റു T1 പ്ലസ് Tn, അതാണ് തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ നിങ്ങൾക്കിവിടെ n എത്രയെന്ന് കിട്ടിക്കഴിഞ്ഞു, 20 ഡിവൈഡഡ് ബൈ 2. പിന്നെ T1 നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, T1 എത്രയാണ്, 5. Tn കിട്ടിക്കഴിഞ്ഞു, Tn എത്രയാണ്, 100. അപ്പോൾ നമ്മൾക്ക് തുക എന്തോന്നാണ്, 20 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ തുക എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 2. 20 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞതാണ് 20 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം 5 പ്ലസ് 100. അപ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും, 20/2 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് n/2 ആകുമ്പോൾ 20 ആണല്ലോ. n/2 20, സോറി n/2 എന്ന് പറഞ്ഞാൽ 20/2 10 ആണ്. അപ്പോൾ 10 ഇൻറ്റു 100 എത്ര, 105. അപ്പോൾ 10 ഇൻറ്റു 105 എത്രയാണ്, 10 ഇൻറ്റു 105 എത്രയാണ്, 1050. അപ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1050 ആണ്. അത് എങ്ങനെ കിട്ടിയത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായില്ലല്ലേ? ആദ്യം നമ്മൾ ഫസ്റ്റ് ടേം ഏതാണെന്ന് മനസ്സിലാക്കണം, അത് 5 ആണ്. ലാസ്റ്റ് ടേം മനസ്സിലാക്കണം, അത് 100 ആണ്. ഈ ഓരോ സംഖ്യകളും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം, അത് 5 ആണ്. അപ്പോൾ അതാണ് ഡി എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ആദ്യം നമ്മൾ എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം, Tn മൈനസ് T1 ഡിവൈഡഡ് ബൈ D ആണ്. അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചത് നമ്മൾക്ക് 20 എന്ന് കിട്ടി. പിന്നെ അതിൽ നിന്ന് നമ്മൾ തുക കണ്ടുപിടിച്ചു. തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല n/2 ഇൻറ്റു T1 പ്ലസ് Tn ആണ്. അപ്പോൾ n/2 എന്ന് പറയുമ്പോൾ 20/2 ഇൻറ്റു T1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 പ്ലസ് Tn 100, അപ്പോൾ 5 പ്ലസ് 100 ആണ്. അപ്പോൾ 20/2 ഇൻറ്റു 5 പ്ലസ് 100 വരും. അപ്പോൾ 10, 20/2 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 5 പ്ലസ് 100 105. അപ്പോൾ 1050 എന്ന് കിട്ടും. കറക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അപ്പോൾ എന്തായാലും മനസ്സിലാകും. ഇവിടെ 4 ഓപ്ഷൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്: 1000, 1050, 1100, 1200. ഈ ഓപ്ഷൻസ് ഞാനിവിടെ എഴുതുന്നില്ല, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അത് അതിൻ്റെ ആവശ്യമില്ലാത്ത കാരണം എഴുതുന്നില്ല. ഇതിൽ നമ്മളുടെ ഈ ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ, 1050. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി പ്രായം 15 ആണ്. അവരുടെ അധ്യാപികയുടെ പ്രായവും കൂടി ചേർന്നാൽ ശരാശരി 16 ആകും. എങ്കിൽ അധ്യാപികയുടെ പ്രായം എന്ത്? ക്വസ്റ്റ്യൻ കറക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്, ഒരു അധ്യാപികയുണ്ട്. അപ്പോൾ ടോട്ടൽ 36 പേരുണ്ട്. ആ ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി പ്രായമെന്ന് പറഞ്ഞാൽ 15 ആണ്. 13 വയസ്സുള്ളവർ കാണും, 14 വയസ്സുള്ളവർ കാണും, 15 വയസ്സുള്ളവർ കാണും. പക്ഷേ അവരുടെ ശരാശരി പ്രായം 15 ആണ്. അവരുടെ അധ്യാപികയുടെ പ്രായവും കൂടി ചേർന്നാൽ ശരാശരി 16 ആകും. അപ്പോൾ ഈ 35 കുട്ടികളുടെ ശരാശരിയുടെ കൂടെ ഒന്നും കൂടെ കൂടിയാലാണ് അധ്യാപികയുടെ പ്രായവും കൂടി ചേർന്നാൽ കിട്ടുന്ന ശരാശരി 16 ആകും ശരാശരി. എങ്കിൽ അധ്യാപികയുടെ പ്രായം എന്ത്? നമ്മൾക്ക് അധ്യാപികയുടെ പ്രായം അറിയില്ല. 35 കുട്ടികളുടെ പ്രായത്തിൻ്റെ ശരാശരി 15 ആണെന്നറിയാം. ടീച്ചറും കൂടെ ചേരുമ്പോൾ 16 ആണ് ശരാശരി എന്നറിയാം. അപ്പോൾ അധ്യാപികയുടെ പ്രായം കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് വളരെ എളുപ്പമാണ്. പുതിയ ഒരു ശരാശരി നമ്മൾ ഇപ്പോൾ നമ്മൾ പ്രായം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. നമ്മൾക്ക് തന്നിട്ടുള്ള ശരാശരി എത്രയാണെന്ന് നമ്മൾ നോക്കും. ആ ശരാശരി ഇവിടെ നമ്മൾക്ക് 35 കുട്ടികളുടെ ശരാശരി പ്രായം 15 ആണെന്നാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ പഴയ ശരാശരി നമ്മൾക്ക് 15 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ശരാശരിയിൽ വന്ന മാറ്റം എത്രയാണെന്ന് നോക്കും. 15 എന്നുള്ള ശരാശരി 16 ആയിട്ട് മാറി. അപ്പോൾ ശരാശരിയിൽ വന്ന മാറ്റം 1 ആണ്. 15 എന്നുള്ളത് 16 ആയി. അപ്പോൾ ശരാശരിയിലെ മാറ്റം എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ എത്ര പേരുടെ ശരാശരിയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ 35 പേര് ആൾറെഡി കുട്ടികളുണ്ടായിരുന്നു. ടീച്ചറും കൂടെ ചേർന്നപ്പോൾ 36 പേരായി. അപ്പോൾ 36 പേരുടെ ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടത്. 36 പേരുടെ ശരാശരിയാണ് നമ്മൾക്ക് 16 എന്നുള്ളത് എണ്ണം. എങ്കിൽ
ടീച്ചറുടെ പ്രായം എത്ര എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ പഴയ ശരാശരി പ്ലസ് ശരാശരിയിൽ വന്ന മാറ്റം ഇൻറ്റു എണ്ണം വെച്ച് നമ്മൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 15 പ്ലസ് പഴയ ശരാശരിയിൽ വന്ന മാറ്റം 1 ഇൻറ്റു എണ്ണം 36. അപ്പോൾ 15 പ്ലസ് 1 ഇൻറ്റു 36 പഴയ ശരാശരി പ്ലസ് ശരാശരിയിലെ മാറ്റം ഇൻറ്റു എണ്ണം 15 പ്ലസ് 1 ഇൻറ്റു 36. അപ്പോഴെത്ര കിട്ടും? 15 പ്ലസ് 36 എന്ന് കിട്ടും. 15 36 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 51. അപ്പോൾ ടീച്ചറുടെ പ്രായം എന്ന് പറയുന്നത് 51 വയസ്സാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ 20% 48 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടും എങ്കിൽ ആ സംഖ്യ എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സംഖ്യയും ആ സംഖ്യയുടെ 20% 48 കൂട്ടിയാൽ കിട്ടുന്നതും ഒരേ സംഖ്യയായിരിക്കും. അപ്പോൾ നമ്മൾക്കിപ്പോൾ സംഖ്യ നമ്മൾ എക്സ് എന്നെടുക്കുകയാണെങ്കിൽ അതിൻ്റെ 20% ഒപ്പം 48 കൂട്ടി കിട്ടുന്നതും എക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ സംഖ്യ എക്സ് എന്നെടുക്കുന്നു. അപ്പോൾ എക്സ് അതിൻ്റെ സംഖ്യയുടെ 20% എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു 20/100 ആണ്. അതറിയാമല്ലോ. ഒരു സംഖ്യയുടെ 20% എന്ന് പറഞ്ഞാൽ അതിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എക്സ് ഇൻറ്റു 20/100 അതിൻ്റെ കൂടെ 48 കൂട്ടണം പ്ലസ് 48 എന്ന് പറഞ്ഞാൽ അതേ സംഖ്യ തന്നെയാണ്. അപ്പോൾ സംഖ്യ നമ്മൾ എക്സ് എന്നെടുത്ത കാരണം = എക്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഒന്നുകൂടെ അതിനെ ലഘൂകരിക്കാം. നമ്മൾക്ക് എക്സ് ഇൻറ്റു 20/100 നമ്മൾക്ക് x/5 എന്നെടുക്കാം. 20യും 100ഉം ഡിവൈഡ് ചെയ്ത് 5 ആകുമല്ലോ, 1/5 ആകുമല്ലോ. അപ്പോൾ x/5 പ്ലസ് 48 എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എക്സ് എന്ന് കിട്ടും. അത് മനസ്സിലായല്ലോ. 20യും 100ഉം കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/5 എന്ന് കിട്ടും. അപ്പോൾ 1x/5 എന്ന് പറഞ്ഞാൽ x/5 തന്നെയാണ്. ആ x/5 അതിൻ്റെ കൂടെ 48 നമ്മൾ കൂട്ടുന്നു. അപ്പോൾ പ്ലസ് 48 എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എക്സ് തന്നെയാണ്. അതിനെ നമ്മൾക്ക് ഒന്നുകൂടെ നമ്മൾ ലഘൂകരിക്കുകയാണ്. എക്സ് മൈനസ് ആ എക്സും x/5ഉം എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരികയാണ്. എക്സിൻ്റെ ഫാക്ടറുകളെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരികയാണ്. എക്സ് മൈനസ് x/5 എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 48 കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ ഒന്നുകൂടെ ചെയ്യുമ്പോൾ എക്സ് മൈനസ് x/5 എങ്ങനെ നമ്മൾക്ക് എഴുതാൻ പറ്റും? 5x മൈനസ് x/5 എന്ന് എഴുതാമല്ലോ. എക്സ് മൈനസ് x/5നെ 5x മൈനസ് x/5 എന്ന് നമുക്ക് എഴുതാം. അത് = 48 ആണ്. അതിൽ നിന്ന് 5x മൈനസ് x എത്രയാണ്? 4x. അപ്പോൾ 4x / 5 = 48 എന്ന് കിട്ടും. അപ്പോൾ 4x എന്ന് പറഞ്ഞാൽ 48 × 5 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. 5x മൈനസ് x/5 എന്ന് പറയുമ്പോൾ 48 ആണ്. അപ്പോൾ 4x / 5 ആണ് 48. അപ്പോൾ 4x എന്ന് പറഞ്ഞാൽ 48 × 5 എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാമല്ലോ. 48 × 5 / 4 അതാണ് നമ്മളുടെ എക്സ് എന്ന് പറയുന്നത്. ഈ 4xൻ്റെ എക്സ് കൊണ്ട് നമ്മൾ 48 × 5 4xൻ്റെ എക്സ് എടുക്കാൻ വേണ്ടി നമ്മൾ 48 × 5നെ 4xലെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. x = 48 × 5 / 4. അപ്പോൾ എത്ര കിട്ടും? 60 എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 60 ആണ്. ഒരു സംഖ്യയുടെ 20% 48 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടും എന്ന് പറയുമ്പോൾ ആ സംഖ്യ 60 ആണ്. നമ്മൾക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 50, 52, 60, 70. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 60 ആണ്. നല്ലതുപോലെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിപ്പീറ്റ് ചെയ്ത് കാണുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന തീവണ്ടി പാതവക്കിലെ ഒരു വിളക്ക് കാലിനെ 11 സെക്കൻഡിൽ തരണം ചെയ്യുന്നുവെങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര മീറ്റർ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന തീവണ്ടി പാതവക്കിലെ ഒരു വിളക്ക് കാലിനെ 11 സെക്കൻഡിൽ തരണം ചെയ്യുന്നുവെങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര മീറ്റർ? നമ്മൾക്ക് അറിയാം
ദൂരവും വേഗവും സമയവും കൂടെ കണക്ട് ചെയ്തുള്ള ഫോർമുല നമുക്കറിയാം. ദൂരം ഇസ് ഈക്വൽ ടു വേഗം ഇൻറ്റു സമയം. ഇവിടെ നമ്മൾക്ക് ദൂരം നമ്മൾക്ക് തന്നിട്ടുണ്ട്, ഇവിടെ നമ്മൾക്ക് വേഗം തന്നിട്ടുണ്ട്. 72 km/h വേഗത്തിലാണ് തീവണ്ടി ഓടുന്നത്. 72 km/h വേഗത്തിൽ തീവണ്ടി ഓടുന്നു. 11 സെക്കൻഡിലാണ് വിളക്ക് കാലിനെ തരണം ചെയ്യുന്നത്. അപ്പോൾ സമയവും നമ്മൾക്ക് തന്നിട്ടുണ്ട് 11 സെക്കൻഡ്. നമ്മൾക്ക് ദൂരം ഇസ് ഈക്വൽ ടു വേഗം ഇൻറ്റു സമയം വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾക്ക് സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് km/h എന്നുള്ളത് നമ്മൾക്ക് മീറ്റർ/സെക്കൻഡിലാക്കി മാറ്റണം. അപ്പോൾ 72 km/h എന്നുള്ളത് നമ്മൾക്ക് 72 × 1000 ഡിവൈഡഡ് ബൈ അവറിനെ നമ്മൾ 60 × 60 ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് സെക്കൻഡിലാകുന്നത്. 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിനിറ്റിലാകും, പിന്നെയും ഒരു 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾക്ക് സെക്കൻഡിലാകും. അപ്പോൾ 72 × 1000 ഡിവൈഡഡ് ബൈ 60 × 60 വെച്ച് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 72 × 1000 ഡിവൈഡഡ് ബൈ 60 × 60 അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് 72 × 5 ഡിവൈഡഡ് ബൈ 18 എന്ന് കിട്ടും. 72 × 5 ഡിവൈഡഡ് ബൈ 18 എന്ന് കിട്ടും. അതെല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾക്ക് സമയം 11 സെക്കൻഡാണ്. അപ്പോൾ ഈ വേഗം ഇൻറ്റു സമയം 72 × 5/18 × 11 ആണ് നമ്മളുടെ ദൂരം. അത് നമ്മൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾക്ക് 220 മീറ്റർ എന്ന് കിട്ടും. 72-നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് 4 എന്ന് കിട്ടും. 4 × 5 20, 20 × 11 അതാണ് നമ്മൾ 220 മീറ്റർ എന്ന് പറയുന്നത്. നമ്മൾക്കിവിടെ കിട്ടുന്ന ദൂരം എന്ന് പറയുന്നത് 220 മീറ്ററാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 52 മീറ്റർ, 26 മീറ്റർ, 13 മീറ്റർ എന്നീ അളവുകളുള്ള ഒരു ചതുരക്കട്ട ഉരുക്കി ഒരു സമചതുരക്കട്ട ഉണ്ടാക്കിയാൽ ആ സമചതുരക്കട്ടയുടെ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. 52 മീറ്റർ × 26 മീറ്റർ × 13 മീറ്റർ എന്നീ അളവുകളുള്ള നീളം, വീതി, ഉയരം എന്നീ അളവുകൾ തന്നിട്ടുണ്ട് ഒരു ചതുരക്കട്ടയുടെ. ആ ചതുരക്കട്ട ഉരുക്കി ഒരു സമചതുരക്കട്ട ഉണ്ടാക്കിയാൽ ആ സമചതുരക്കട്ടയുടെ ഒരു വശത്തിൻ്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം ചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾക്കറിയാം. LBH ആണ് നീളം, വീതി, ഉയരം, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പോൾ അത് മൂന്നും നമ്മൾക്ക് തന്നിട്ടുണ്ട്. 52 മീറ്റർ, 26 മീറ്റർ, 13 മീറ്റർ. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ സെയിം തന്നെയാണ് ഒരു സമചതുരക്കട്ട ഉണ്ടാക്കുമ്പോഴും ഇതിൻ്റെ വ്യാപ്തം തുല്യം തന്നെ ആയിരിക്കും. അപ്പോൾ സമചതുരക്കട്ടയുടെ സൈഡ് എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ മൂന്ന് സൈഡ് വരുമ്പോൾ A³ എടുക്കും. A × A ആണ്. അപ്പോൾ 52 മീറ്റർ, 26 മീറ്റർ, 13 മീറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ A³ തന്നെയാണ്. അപ്പോൾ ഒരു സമചതുരക്കട്ടയുടെ വ്യാപ്തവും ചതുരക്കട്ടയുടെ വ്യാപ്തവും തുല്യമായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് LBH = A³ ആണ്. അതിൽ നിന്ന് നമ്മൾക്ക് A കണ്ടുപിടിക്കാം. ഒരു സൈഡിൻ്റെ സമചതുരക്കട്ടയുടെ ഒരു വശത്തിൻ്റെ നീളമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ A കണ്ടുപിടിക്കണം. A എന്ന് പറഞ്ഞാൽ A³ ക്യൂബ് റൂട്ടാണ് A. അപ്പോൾ A³ എന്ന് പറഞ്ഞാൽ LBH തന്നെയാണ്. 52 × 26 × 13 ആണ്. അപ്പോൾ A എന്ന് പറയുമ്പോൾ √52 × 26 × 13 എന്ന് വരും. അപ്പോൾ നമ്മൾ അത് ക്യൂബ് റൂട്ടായ കാരണം നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. 52 എന്ന് പറഞ്ഞാൽ 13 × 2 × 2 ആണ്. 26 എന്ന് പറഞ്ഞാൽ 13 × 2 ആണ്. 13 അതുപോലെ തന്നെ എഴുതും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 13 × 13 × 13 2 × 2 × 2 എന്ന് കിട്ടും. അപ്പോൾ ക്യൂബ് റൂട്ട് നമ്മൾ മാറ്റണം. അപ്പോൾ 13 × 2 എന്ന് കിട്ടും. 13 × 2 26. അപ്പോൾ ഒരു സൈഡ് A, സമചതുരത്തിൻ്റെ ഒരു സൈഡ് A എന്ന് പറയുന്നത് 26 ആയിരിക്കും നമ്മളുടെ നീളം. 26 മീറ്ററാണ് ഒരു സമചതുരക്കട്ടയുടെ ഒരു വശത്തിൻ്റെ നീളം. 26 മീറ്റർ എന്ന് കിട്ടും. നമ്മൾക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 13 മീറ്റർ,
65 മീറ്റർ, 26 മീറ്റർ, 23 മീറ്റർ. നമ്മൾക്കിവിടെ 26 മീറ്ററാണ് നമ്മളുടെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 200-നും 300-നും ഇടയ്ക്ക് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന എത്ര സംഖ്യകളുണ്ട്? 200-നും 500-നും ഇടയ്ക്കാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു സംഖ്യ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് എളുപ്പം അറിയാൻ അതിലെ അക്കങ്ങൾ കൂട്ടി നോക്കിയാൽ ആ അക്കങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ സംഖ്യയെ നമ്മൾക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 200 കഴിഞ്ഞ് നമ്മൾക്ക് 201 ഉണ്ട്. 201-ൽ ആ 2 3 കൂടെ കൂട്ടി നോക്കുമ്പോൾ 3 ആണല്ലോ. അപ്പോൾ 201-നെ എന്തായാലും നമ്മൾക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 201-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 202-നെ ഡിവൈഡ് ചെയ്യാൻ നോക്കിയാൽ ശിഷ്ടം 1 വരും. അപ്പോൾ നമ്മൾക്കിവിടെ ആദ്യത്തെ സംഖ്യ 202 എന്ന് വരും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യ 202 എന്ന് വരും. അപ്പോൾ പിന്നെ നമ്മൾക്ക് 3 ആഡ് ചെയ്ത് പോയാൽ ഇപ്പോൾ 201-ന് 3 ആഡ് ചെയ്ത് പോണ എല്ലാ സംഖ്യകളും നമ്മൾക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ 202 നമ്മൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആദ്യത്തെ സംഖ്യ. അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് വരുന്ന എല്ലാ സംഖ്യകളും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 വരും. അപ്പോൾ 202, 205, 208 അങ്ങനെ പോയി 500 വരെയാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ 500-ന് താഴെ 499 വരെ പോകും. കാരണം 498-നെ നമ്മൾക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 499 ഡിവൈഡ് ചെയ്താൽ 1 ശിഷ്ടം വരും. അപ്പോൾ അങ്ങനെ 202 മുതൽ തുടങ്ങി 499 വരെയുള്ള സംഖ്യകൾ നമ്മൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരും എന്ന് കണ്ടു. അപ്പോൾ അതിൽ എത്ര സംഖ്യകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇതേ മെത്തേഡിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനും എല്ലാം. ഇതിൽ നമ്മൾക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേം, എത്ര സംഖ്യകളാണ് ഇതിൽ ഈ 202-നും 499-നും ഇടയിൽ നമ്മൾക്ക് കിട്ടുന്നത് എന്ന് നോക്കണം. അപ്പോൾ നമ്മൾക്ക് ആ നമ്പർ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. Tn - T1 / D+1 എന്നാണ് ആ ഫോർമുല. Tn നമ്മൾക്കറിയാം nth ടേം. ഇവിടെ ലാസ്റ്റിൽ കിട്ടുന്ന nth ടേമാണ് Tn. ഇവിടെ 499 നമ്മളുടെ ലാസ്റ്റ് നമ്പർ. അപ്പോൾ Tn 499 ആയിരിക്കും. T1 എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് നമ്പറാണ്, അത് 202 പിന്നെ D എന്ന് പറയുന്നത് ഈ ഓരോ സംഖ്യകളും തമ്മിലുള്ള ഡിഫറൻസ്, അത് 3 ആണെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ Tn - T1 / D എന്ന് പറയുമ്പോൾ 499 - 202 / 3. അതിൻ്റെ കൂടെ നമ്മൾ 1 കൂട്ടും, +1 എന്ന് പറയുന്നതാണ് നമ്മളുടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് എത്ര സംഖ്യകൾ 200-നും 500-നും ഇടയ്ക്ക് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ 499 - 202 / 3 +1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 499-നെ 202 കൊണ്ട് കുറച്ചാൽ നമ്മൾക്കറിയാമല്ലോ 297 എന്ന് കിട്ടും. 297-നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് 99 എന്ന് കിട്ടും. 99 +1, ആ ഫോർമുലയിൽ +1 ഉണ്ട്. 99 + 1 നമ്മൾക്ക് 100 എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 100 വെച്ചാൽ 200-നും 500-നും ഇടയ്ക്ക് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യ 100 സംഖ്യകൾ ഉണ്ട്. ഇവിടെ നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 102, 104, 100, 99. നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 100 നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9 - 5 / 8 - 3 × 2 + 6 വില എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. ഇത് വെറും സിമ്പിൾ ഒരു കാൽക്കുലേഷനാണ്. ബോഡ്മാസ് റൂൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ചെറിയൊരു പ്രോബ്ലമാണിത്. ഇതുപോലുള്ള ഒത്തിരി പ്രോബ്ലംസ് ഞാൻ എൻ്റെ പഴയ വീഡിയോകളിലെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ബോഡ്മാസ് റൂൾ വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. 8 - 3 എന്നുള്ളത് ബ്രാക്കറ്റിനകത്താണ്. അപ്പോൾ 9 - 5 /
8 - 3 ആ 8 - 3 നമ്മൾ ആദ്യം ചെയ്യും. അപ്പോൾ 9 - 5 ഡിവൈഡഡ് ബൈ 5 ബാക്കി അതുപോലെ എഴുതും ഇൻറ്റു 2 + 6. ഇനി അതിനെ ഒന്നുകൂടെ നമ്മൾ ലഘൂകരിക്കുമ്പോൾ 9 മൈനസ് അടുത്ത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 5 ഉണ്ട്, അത് നമ്മൾ ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. അതുപോലെ 5 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. അടുത്ത് ഇൻറ്റു 2 ഉണ്ട്, അത് 1 ഇൻറ്റു 2 നമ്മൾക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ 9 - 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 2 + 6. 9 - 1 കിട്ടിയത് എങ്ങനെയെന്ന് അറിയാമല്ലോ. 5 ഡിവൈഡഡ് ബൈ 5 1 ഇൻറ്റു 2 + 6. അടുത്ത 1 ഇൻറ്റു 2 ആദ്യം ചെയ്യും. 9 - 1 ഇൻറ്റു 2 2. 9 - 2 + 6. അപ്പോൾ 9 - 2 + 6 നമ്മൾക്ക് 13 എന്ന് കിട്ടും. ഇവിടെ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 13 ആണ്. 9 - 5 ഡിവൈഡഡ് ബൈ 8 - 3 ഇൻറ്റു 2 + 6ൻ്റെ വില. ഇവിടെ തെറ്റാൻ സാധ്യതയുള്ളത് ഈ ബോഡ്മാസ് റൂള് കറക്റ്റ് ഫോളോ ചെയ്യാതെ വന്നാലാണ്. അത് ഫോളോ ചെയ്ത് വന്നാൽ കറക്റ്റ് ആൻസർ കിട്ടും. നമ്മൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 13, 4, 1/4, 10 അങ്ങനെ 4 ഓപ്ഷൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 13 നമ്മളുടെ ആൻസർ. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഉടനെ ഞാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ തുടർന്നും എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.